ഹലോ ഹലോ. ആ അണ്ണ, ഞാൻ ഷെറിനാണ്. ഷെറിനാ? ആ അണ്ണ, ഞാൻ അണ്ണന്റെ കടയിൽ എപ്പോഴും ഇല്ല സ്റ്റഡ് കുത്താൻ വരത്തില്ലേ? ആ ഷെറിനെ, പറഞ്ഞോ. അണ്ണ, എനിക്കൊരു സ്റ്റഡ് കുത്തണോ അണ്ണ? എന്റെ ഷെറിനെ, നീ ഈ കടയിൽ വന്നിട്ട് പോകുമ്പം നിന്റെ ഇടത്തെ ചെവിയിൽ 8 സ്റ്റഡ്, വലത്തെ ചെവിയിൽ 8 സ്റ്റഡ്, പുരുകത്തിൽ സ്റ്റഡ്, മൂക്കിൽ സ്റ്റഡ്, ചുണ്ടിൽ സ്റ്റഡ്, നാക്കിൽ സ്റ്റഡ്. എത്ര കിലോ വെള്ളിയാണ് നിന്റെ ശരീരത്തിലുള്ളത്? നിനക്ക് വല്ല ബോധം ഉണ്ടാ? അത് പോട്ടെന്ന് വെക്കാം, വല്ല വെള്ളിടിയും പറ്റി നീ ചത്തവും ചെറുക്ക. അതല്ലണ, പുതിയൊരു മോഡൽ കണ്ട് അപ്പൊ എന്റെ കാതിലൊരു വലിയ സൈസിൽ ഒരെണ്ണം ചെയ്യാൻ വേണ്ടിയാ. നീ ഒരു കാര്യം ചെയ്യ്, പഞ്ചായത്തിലോട്ട് ചെല്ല്. അവിടെ ഇപ്പൊ മുട്ടനാടിന് മറ്റേ ചാപ്പ കുത്തുന്ന സമയമാണ്. അവരെ കൊണ്ടേ പറ്റൂ, അല്ല എന്നെ കൊണ്ട് ഇത് പറ്റൂല കേട്ടാ. നീ ബൈ, എനിക്കൊരു കാത് കുത്തുണ്ട്. വച്ചേ ഈ കൊച്ചിനാണ് കാത് കുത്തുള്ളത്? അതെ. സമയം കഴിഞ്ഞല്ലോ. ഈ എത്ര മണിക്കായിരുന്നു കാത് കുത്ത്? അയ്യോ അതല്ല, ഇപ്പൊ കൊച്ചിന് എത്ര വയസ്സായി? 5 വയസ്സ്. 5 വയസ്സിലാണോ കാത് കുത്താനുള്ളത്? 6 മാസം അല്ലെങ്കിൽ 1 വയസ്സ് ഇതിനകത്ത് കാത് കുത്തിയിരിക്കണം. എങ്കിലേ കുഞ്ഞുങ്ങളുടെ ചെവി നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. ഇത് മുരടിച്ചു പോയി, ഡ്രില്ലിംഗ് മെഷീൻ അടിക്കേണ്ടി വരും. അയ്യോ, അതിന്റെ ആവശ്യമില്ല. അംഗനവാടിയിലെ ടീച്ചർമാര് പിടിച്ച് നല്ല സോഫ്റ്റാ. ആണോ? മക്കൾ അംഗനവാടിയിലാണോ? ഞാന് അംഗനവാടിയിലെ ലീഡർ. അയ്യോ, അംഗനവാടിയിൽ ഇപ്പൊ എന്തോ ഉണ്ട് വിശേഷം? അംഗനവാടിയിലെ ഞാൻ ചെന്ന പിന്നെ അംഗനവാടിയുടെ പേര് മാറ്റി. എന്തോ പുതിയ പേര്? അംഗത്തിന് വാടീന്ന്. ഓ, അങ്ങനെ ആക്കിയോ? നിങ്ങൾ കൊച്ചിനോട് കാണിക്കുന്ന ഭയങ്കര ദ്രോഹമാണ് കേട്ടാ. ചെറിയ പ്രായത്തിൽ അങ്ങ് കാത് കുത്താനുള്ളതായിരുന്നു. 1 വയസ്സിലൊക്കെ ഞങ്ങൾ കൊണ്ടുപോയതാ പല സ്ഥലത്തും. ഭയങ്കര പേടിയാ കുഞ്ഞിന്. ഇപ്പൊ പേടിയില്ലേ? പേടിയുണ്ട്. അത് നിങ്ങൾ സോപ്പിട്ടാൻ കുത്തിയാ മതി. സോപ്പിട്ട് കുത്തി കമ്മൽ എവിടെയെങ്കിലും കൊത്തു കയറിയിട്ട് വേണം അവസാനം പോലീസ് എന്നെ പിടിച്ചോണ്ട് പോയി. സോപ്പിട്ട് കുത്തുന്ന കാര്യമല്ല പറഞ്ഞത്. ഒന്ന് സ്നേഹിച്ച്, ഒന്ന് ലാളിച്ച്, ഒന്ന് കൊഞ്ചിച്ച് അങ്ങനെ അങ്ങ് കുത്തിയാ മതിയെന്ന്. ഞാൻ അതിന്റെ മെയിൻ ആളാ. അതുകൊണ്ടാ മുതലാളി കാത് കുത്തായി എന്നെ തന്നെ ഏൽപ്പിച്ചിട്ട് പോയത്. ഞാൻ ഈ കുഞ്ഞുങ്ങളെ കൈ കിട്ടി കഴിഞ്ഞാൽ സ്നേഹിച്ച്, ലാളിച്ച്, കൊഞ്ചിച്ച് പിള്ള വഴി തള്ളയിലേക്ക്. അല്ല, അങ്ങനെ കൊഞ്ചിച്ച് ഞാൻ ചെയ്യും എന്ന് പറഞ്ഞതാ. മോളെ, തക്കിടുമുത്തേ, വാവേ, മക്കളെ, ഇത്രയൊക്കെ വിളിച്ചിട്ട് മക്കൾ എന്താ വിളി കേൾക്കാത്തത്? കണ്ട പെമ്പിള്ളാരുടെ പേര് വിളിച്ചാൽ ഞാൻ എന്തിനു വിളിയാക്കണം? വിളിക്ക് കേൾക്കണമെങ്കിൽ എന്റെ പേര് വിളിക്കണം. എന്താ മക്കളുടെ പേര്? കൃതി, യെസ്, കൃഷ്ണ. നല്ല പേര്. മക്കളെ, മക്കള് സുന്ദരിയാണ് കേട്ടോ. അതെ, നീ പറഞ്ഞിട്ടുള്ള വട്ടി ഞാൻ അറിയാം. കൊച്ചിന് എത്ര വയസ്സായെന്നാ പറഞ്ഞു? 5 വയസ്സ്. 15 വയസ്സിന്റെ തെറി അതിന്റെ വായി നോന്നോണ്ടിരിക്കുന്നു. അല്ല, കൊച്ചിന് ഇച്ചിരി വാശിയുണ്ടെന്നേ ഉള്ളൂ. അംഗനവാടിയില് ഡാൻസിനും പാട്ടിനും ഒക്കെ ഫസ്റ്റ് അതിന്റെ മുത്ത്. ആണോ? എനിക്കുണ്ടല്ലോ പാട്ട് മാത്രമല്ല, എനിക്ക് ആക്ഷൻ സോങ് അറിയാം. ആക്ഷൻ സോങ് അറിയാമോ? അങ്കിളിന് വേണ്ടി ഒരു ആക്ഷൻ സോങ് കാണിച്ചു തരൂ. അമ്മ ഏതാമേ? മണിച്ചിത്രത്താഴിലെ പാട്ടില്ലേ, അത് കാണിച്ചു കൊടു. പഴം തമിഴ് പാട്ടും ശ്രുതി പഴയൊരു തമ്പുരു തേനി മണി ചിത്ര താഴിനുള്ളി വെറുതെ നിലവറ മൈനമഴ. ആ മൈനെ ഒന്ന് വിളിക്കൂ. മക്കളെ, മറ്റേതായിരിക്കട്ടെ. ഏതാ? പവനരച്ചെഴുതുന്നു, അതാണോ? ഒരെണ്ണം കൂടി ഉണ്ട്. ഒരെണ്ണം ഉണ്ട്, മോഹൻലാൽ അങ്കിളിന്റെ പവൻ ചെഴുതുന്നു. കോലം കൊള്ളാം. മതി. മിമിക്രി കാണിക്കട്ടെ? അല്ല, മിമിക്രി വേണ്ട. വേണ്ട മോനെ, വേണ്ട. വേണം. മിമിക്രി നല്ല അർസലായിട്ട് ചെയ്യും കുഞ്ഞ്. തുടക്കം പറ. ഭീമൻ രഘുവിന് അച്യുതാനന്ദനിലേക്ക് ഒരു മാറ്റമുണ്ട്. ആദ്യം ഭീമൻ രഘു അങ്കിൾ. അച്യുതാനന്ദൻ, ഭീമൻ രഘു, അച്യുതാനന്ദൻ, ഭീമൻ രഘു, അച്യുതാനന്ദൻ, അച്യുതാനന്ദൻ. ഭീമന്റെ ഞാനൊന്ന് കുരുങ്ങി നിൽക്കാനൊന്ന് വിളക്കി വിട്. അതെ, മക്കളിങ്ങി വന്നേ. മക്കള് കണ്ട് ഇവിടെ ഇരുന്ന് മൊബൈലിലൊക്കെ കളിച്ചോണ്ടിരിക്കണം കേട്ടോ. ഇവിടെ ഇരിക്കേ. അതെ,
ഇവിടെ കുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ കാതുകുത്ത്, പ്രായമുള്ളവർക്കില്ലേ? പ്രായമുള്ളവർക്ക് കുത്തുമല്ലോ. ഉണ്ടോ? അയ്യോ, എന്റെ അമ്മൂമ്മയുടെ കാതിൽ കിടന്ന കമ്മല് അപ്പൂപ്പൻ ഊരി വിറ്റ് കള്ളു കുടിച്ച് അമ്മൂമ്മയുടെ കാതങ്ങ് അടഞ്ഞു പോയി. ഇപ്പൊ മോൾക്ക് കാത് കുത്തുന്നെന്ന് പറഞ്ഞപ്പം അമ്മൂമ്മയ്ക്ക് കാത് കുത്താനൊരു ആഗ്രഹം. അമ്മൂമ്മക്ക് എത്ര വയസ്സായി? ഒരു 84 വയസ്സുണ്ട്. ഒഴുകുത്തേണ്ട സമയത്താ കാതുകുത്താൻ. ഇല്ല ഇല്ല, അതെ ചോദിക്കാൻ മറന്നു. കൂടാരും ഇല്ലേ? കൂടാരമില്ല, ഇപ്പൊ ടെറസ് വെച്ചൊരു വീടാ ഇപ്പൊ. അയ്യോ, കൂടാരം ഇല്ലെന്നല്ല ചോദിച്ചാ, നിങ്ങളുടെ കൂടെ ആരും ഇല്ലേന്ന്. ഇല്ലില്ല, ഞാനും മോളും ഒറ്റയ്ക്കാ വന്നിരിക്കുന്നത്. ഭർത്താവ് പുറത്താ. ഓ, കുഞ്ഞിനെ കാതുകുത്തുന്ന കാണുമ്പോ സങ്കടം വരുമെന്നായിരിക്കും കൊച്ചു ഭർത്താവ് പുറത്ത് നിൽക്കുന്നല്ലേ? അയ്യോ അല്ല, പിന്നെ ഭർത്താവ് ദുബായിലാ. ഇവിടെ കുറെ ഓഫറുകളൊക്കെ ഉണ്ട്. പിന്നെ കുഞ്ഞു കാതിന് അമ്മ മൂക്ക്. മനസ്സിലായില്ല. അതായത് കുഞ്ഞു കുട്ടികളെ ഇവിടെ കൊണ്ടുവരുമ്പോ കുഞ്ഞു കുട്ടികൾക്ക് കാത് നമ്മൾ കുത്തി കൊടുക്കൂലേ, അപ്പൊ അമ്മയ്ക്കൊരു മൂക്ക് കുത്ത്, അത് ഫ്രീ. അയ്യോ, എനിക്ക് മൂക്കൂത്തി ഇട്ട ഒട്ടും ഭംഗി കാണത്തില്ല. ആരാ പറഞ്ഞ ഭംഗിയില്ലെന്ന്? നല്ല ഭംഗിയായിരിക്കും. ഇല്ല, എന്റെ ഹസ്ബൻഡിന് അത് ഇഷ്ടമല്ല. പിന്നെ എനിക്കാണെങ്കിലേ ഈ മൂക്കൂത്തിയെക്കാട്ടിൽ ഇഷ്ടം ഒരു ബ്യൂട്ടി സ്പോട്ട് കണ്ട് ഇവിടെ കുത്തുന്നതാ. അവിടെ കുത്തുന്നതിനെക്കാട്ടി നല്ലത് ബ്യൂട്ടി സ്പോട്ട് ഇവിടെ കുത്തുന്നു. അതിലും നല്ലത് ഇവിടെ. മക്കളെ പേരെന്തെന്നാ പറഞ്ഞേ? ആകൃതി അല്ല, വികൃതി. സോറി സോറി കുഞ്ഞറിയാം. ഞാൻ ക്ഷമിച്ച്. കുഞ്ഞിനാ അവിടെ എവിടെയെങ്കിലും പിടിച്ചിരുത്ത്. മക്കള് ഫോൺ കളിച്ചോണ്ടിരിക്കേ, ഫോൺ നോക്കിക്കേ. ഇതൊക്കെ ഗെയിമുകളല്ലേ മക്കളെ? നമുക്കൊരു ഗെയിം കളിക്കാം. എന്ത് കളിയാ? ടണ്ടണേ, വെടിവെച്ച് കളിക്കാം. ഗൺമണി പൊന്മണിയേ. അയ്യോ, കൺമണി പൊന്മണി എന്നല്ലേ? എന്തോ സാധനം? ഗണ്ണ്. അപ്പൊ ഗൺമണി. നമുക്ക് കള്ളനും പോലീസും കളിക്കാം. ആരാ കള്ളൻ? ആദ്യം അങ്കിള് പോലീസ്. ഞാൻ പോലീസ്. അല്ല അല്ല അല്ല, അങ്കിള് പോലീസ്. പിന്നെ ഞാൻ മക്കള് കള്ളൻ. ഓക്കെ, പ്രോമിസ്? പ്രോമിത്യൂസ്. പിടിച്ചോളണേ. അങ്കിളിന്റെ പൊന്നാണേ, അങ്കിളിന്റെ മുത്താണേ, അങ്കിളിന്റെ പൊന്നാണേ, അങ്കാച്ചി മുത്താണേ, അങ്കാച്ചി മുത്താണേ. അങ്കിള് പിടിച്ചേ, കള്ളനെ പിടിച്ചേ. ആദ്യം നെറ്റിയിലൊരു വെടി, ഠോ. അത് കഴിഞ്ഞ് കവിളിലൊരു വെടി, ഠോ. അത് കഴിഞ്ഞ് വായിക്കാത്തൊരു വെടി. വായിക്കാത്ത വേണ്ട. അതെന്താ? പല്ലിയേച്ചില്ല, അതുകൊണ്ട് പല്ലിയേക്കാത്ത ഒന്നും കഴിക്കട്ടെ അമ്മ പറഞ്ഞേക്കണേ. അമ്മ അങ്ങനെ പറഞ്ഞോ? ആണോ? അത് കഴിഞ്ഞ് മക്കളുടെ ചെവിയിൽ ഒരു വെടി, ഠോ. കൊഞ്ചി കരയല്ലേ, മിഴികൾ ഇളമനം കരിമല്ലേ. വരിയൊക്കെ കൃത്യമായിട്ട് അറിയാം. എല്ലാ പാട്ടിന്റെ വരി ഞാൻ പഠിക്കും, അല്ലെ പാടുമ്പോ തെറ്റും. വേണ്ട വേണ്ട, എനിക്ക് വീട്ടിൽ പോവാം. ഈ അങ്കിളിനെ എനിക്ക് വേണ്ട. നീ പോടാ. അവള് പലപ്പോഴും മക്കൾ കരയല്ലേ, മക്കൾ കരയല്ലേ. മക്കളെ, അവൾ അറിയാതെ ചെയ്തു പോയതാ. അറിയാതെ ഒന്നുമല്ല, അറിഞ്ഞോണ്ട് ചെയ്ത തന്നെ. ഇനിയിപ്പം മറ്റേ കാത് കുത്തണമല്ല. അതെ, അവള് സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. എപ്പോഴാ ഉറങ്ങുന്നത്? രാത്രി 12 മണി വരെയൊക്കെ ചാറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് കുറച്ചേരം ഇൻസ്റ്റാഗ്രാമിൽ. അയ്യോ, നിങ്ങൾ ഉറങ്ങുന്ന കാര്യമല്ല, കൊച്ചപ്പോഴാ കിടന്ന് ഉറങ്ങുന്നതെന്ന്. അല്ല, ഒരു 8-9 മണിയാകുമ്പോ ഉറങ്ങില്ല, ഞാൻ ഉറക്കും. അപ്പൊ ഒരു 9 ആകുമ്പോ ഞാൻ വീട്ടിലോട്ട് വരാം. ഉറങ്ങി കിടക്കയില്ലേ കൊച്ച്, അപ്പോഴും കാതിൽ വയ്ക്കാന്ന് വെടി. സമ്മതിക്കത്തില്ല, എനിക്ക് തോന്നുന്നില്ല അവള് സമ്മതിക്കുമെന്ന്. എന്നാ ഒരു കാര്യം ചെയ്യ്, ആ കുത്തിയ കമ്പലിന്റെ പൈസ ചെയ്താ. നിങ്ങൾ അതിന് 2 കാതി കുത്തിയൊക്കെ പൈസ തരാനായിട്ട് എന്ന് പറഞ്ഞാ ആ സമ്മതിക്കണ്ടേ? ഞാനേ അതൊക്കെ ഞാൻ പിടിച്ചു തരാം, നിങ്ങൾ കുത്തു. മക്കളെ പിടിച്ചോ. അങ്കിളിന്റെ പിടിച്ചോ. അയ്യോ അയ്യോ അയ്യോ.
കുത്തുന്നതാണ്. ആ തൽക്കാലം ആ മൂക്കുത്തി അവിടെ കിടക്കട്ടെ. മര്യാദക്ക് മൂക്കൂത്തി ഊരിക്കോ കൊച്ചിന്റെ മൂക്കിന്ന്. എന്തിനു മൂക്കുത്തി ഊരണം? മറ്റേ കാതുല കുത്തായില്ലേ? ആ സമയത്ത് മൂക്കിൽ നിന്ന് കയറി പിടിച്ച് ഇതിനൊരു മൂക്കേറിട്ടോട്. മൂക്കേറി പിടിച്ച് നിർത്തിയാലേ ഇത് നിൽക്കൂ. അപ്പോഴും നമുക്ക് മറ്റേ കാത് കുത്താം. അനാവശ്യം പറയരുത്. എന്നെ കൊണ്ട് ഇത്രേ പറ്റൂ. പോടാ